ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ കുറച്ച് കടല എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് കുതിർത്ത് വെച്ച കടലയാണിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കടല ആവശ്യമുള്ളത് അതിനനുസരിച്ച് കടല എടുത്തിട്ട് ഇതുപോലെ കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു പാത്രത്തിലാട്ടോ കടല എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് കുരുമുളക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടല വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കടല വേവിച്ചെടുക്കണം. അപ്പോൾ കൂടുതൽ പൊടികൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചതിന് ശേഷം കടല വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സാധാ കടല വേവിക്കുന്നത് പോലെ കുക്കർ എത്ര വിസിലാണ് ആവശ്യമുള്ളത് അത്രയും വിസിൽ വെച്ചതിന് ശേഷം നമുക്ക് കടല വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടലയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെള്ളം തുറന്ന് വെച്ചിട്ട് തന്നെ വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമുക്ക് ഗ്യാസ് സ്റ്റവ് കത്തിച്ച ശേഷം ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ കടലിലൊന്ന് പിടിക്കുകയും ചെയ്യും. നമ്മളുടെ കടലയിൽ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കടല വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണേൻ്റെ ആവശ്യമില്ലാത്തവരാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകും കരിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് വറവിട്ടെടുക്കാം. ആവശ്യമുള്ളവർ മാത്രം ചെയ്തെടുത്താൽ മതി. പ്രത്യേകിച്ച് ഡയറ്റ് ചെയ്യുന്നവർക്ക് വെളിച്ചെണ്ണ അങ്ങനത്തെ ഓയിലൊക്കെ ഒഴിവാക്കുന്നതല്ല നല്ലത്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ. അല്ലാത്തവർക്ക് കുറച്ച് വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് വറവിട്ടെടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സവാള അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുള്ള കഴിക്കാം. ഇതുപോലെ പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസൊക്കെ ഒന്നുണ്ടല്ലോ, അതുപോലെ നമുക്ക് കുക്കുംബർ ആഡ് ചെയ്യാം. അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാരറ്റ് ഒരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കൊരു നേരത്തെ ഭക്ഷണം ചോറിന് ഉച്ചക്ക് ലഞ്ചിന് ചോറിന് പകരം ഇത് കഴിക്കാം. അതുപോലെ എന്താ പറയുക, നല്ല പ്രോട്ടീൻസും വെജിറ്റബിൾസും എല്ലാം കൂടി ചേരുന്ന ഒരു ഫുഡാവും ചെയ്യും. റിച്ച് ആവും ചെയ്യും. ഭക്ഷണം എന്താ പറയുക, വയറ് ഫുള്ളാവാൻ തന്നെ മതിയാവും. പെട്ടെന്ന് വിശക്കില്ല. അപ്പോൾ അങ്ങനെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു റെസിപ്പി കൂടിയാണിട്ടത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറുനാരങ്ങ കൂടി ഇതിലേക്ക് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് എത്രയാണോ കഴിക്കാൻ നേരത്തെ മാത്രം വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒരാൾക്ക് കഴിക്കാൻ ആവശ്യമുള്ള കടല എടുക്കുക. അതിലേക്ക് ഇതുപോലെ തന്നെ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ.
അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക് യു.